നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എന്നെ കേൾക്കുന്നവർക്കും സ്നേഹ ആദരവുകൾ വന്ദനം. ക്രൈസ്തവ ലോകം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ അനുസ്മരിക്കുകയും കൊണ്ടാടുകയും ചെയ്യുന്ന സുദിനമാണ് ഈസ്റ്റർ. ലോകം മുഴുവനും അത് കൊണ്ടാടാറുണ്ട്. എങ്കിലും അതിനെ ഒരു ചരിത്ര സംഭവമായി അറിയുന്നവരും അംഗീകരിക്കുന്നവരും ചുരുക്കമാണ്. പലരും ഈസ്റ്ററിനെ തിന്നുകുടിക്കുവാനും ആഘോഷിക്കുവാനുമുള്ള മറ്റൊരു കാരണമായി മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ലോകം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ചരിത്രപരമായ സാധുതയെ സംശയദൃഷ്ടിയോടെ കാണുകയും അതിനെ വെല്ലുവിളിക്കുകയും ചെയ്യും. കാരണം മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്തെഴുന്നേൽക്കുക, ജീവിച്ചെഴുന്നേൽക്കുക എന്നത് അസംഭവ്യമായി ലോകം കണക്കാക്കുന്നു. അങ്ങനെ ഒരു സംഭവം ലോകം അതിനു മുമ്പോ പിമ്പോ കണ്ടിട്ടില്ലല്ലോ. യേശു മരിച്ച് അടക്കപ്പെട്ട ശേഷം മൂന്നാം നാൾ താൻ പുനരുത്ഥാനം ചെയ്യും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ യഹൂദ മത നേതൃത്വം അങ്ങനെ സംഭവിക്കുമെന്നല്ല വിലയിരുത്തിയത്. നേരെ മറിച്ച് തൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ശരീരം എങ്ങാനും എടുത്തുകൊണ്ട് പോയിട്ട് യേശു പുനരുത്ഥാനം ചെയ്തു എന്ന് പറഞ്ഞു പരത്തുമോ എന്ന് ഭയപ്പെടുകയാണ് ചെയ്തത്. ദൂതൻ പ്രത്യക്ഷനായതും അവൻ്റെ തേജസ് നിമിത്തം കാവൽ പടയാളികൾ ഭയന്നതും മുദ്രവെച്ച കല്ലറയിൽ നിന്നും ശരീരം അപ്രത്യക്ഷമായി എന്ന കാര്യവും പടയാളികൾ വന്ന് മതപ്രമാണികളെ അറിയിച്ചിട്ട് പോലും യേശു പുനരുത്ഥാനം ചെയ്തിരിക്കുവാനുള്ള സാധ്യതയെ അവർ അവഗണിച്ച് കാവൽ പടയാളികൾക്ക് പണം കൊടുത്ത് ശിഷ്യന്മാർ യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയി എന്ന നുണ പറഞ്ഞു പരത്തുവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. എന്തിന്? മരിച്ചടക്കപ്പെട്ട ശേഷം മൂന്നാം നാൾ താൻ പുനരുത്ഥാനം ചെയ്യും എന്ന അറിയിപ്പ് യേശു തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് പലവട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവർ അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തുവിനെ കണ്ടവരുടെ സാക്ഷ്യം അവർ വിശ്വസിച്ചില്ല. ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്നാണ് തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ തോമസ് പറഞ്ഞത്. അത്രയും അസംഭവ്യമായ ഒരു കാര്യമായിട്ടാണ് തൻ്റെ ശിഷ്യന്മാർക്ക് പോലും പുനരുത്ഥാനം എന്ന കാര്യം തോന്നിയത്. എങ്കിൽ പിന്നെ യേശുവുമായി അങ്ങനെ ഒരു ബന്ധമോ വിശ്വാസമോ ഇല്ലാത്ത മറ്റു മനുഷ്യർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിൽ ആശ്ചര്യമൊട്ടും വേണ്ടതില്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ യേശുവിൻ്റെ പുനരുത്ഥാനം സംബന്ധിച്ച് എന്തു പറയുന്നു എന്ന് ചോദ്യോത്തര രൂപത്തിൽ നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ക്രിസ്തു പുനരുത്ഥാനം ചെയ്യും എന്ന് പഴയ നിയമ പ്രവചനങ്ങളുണ്ടോ? അതിൻ്റെ ഉത്തരം ഇതാണ്. പഴയ നിയമഗ്രന്ഥം ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്നതാണ്. ക്രിസ്തുവിൻ്റെ ജനനം, മരണം, പുനരുത്ഥാനം, പിതാവിൻ്റെ അടുക്കലേക്കുള്ള എടുക്കപ്പെടൽ മുതലായ കാര്യങ്ങളെക്കുറിച്ച് പഴയ നിയമഗ്രന്ഥത്തിൽ പ്രവചിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പസ്തോലനായ പത്രോസിൻ്റെ വിഖ്യാതമായ പെന്തക്കോസ്ത് നാളിലെ പ്രസംഗത്തിൽ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം സംബന്ധിച്ച് സങ്കീർത്തനം 16:10, സങ്കീർത്തനം പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണല്ലോ, സങ്കീർത്തനം 16:10 പറഞ്ഞിരിക്കുന്ന നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല എന്ന പ്രവചനം എടുത്തുദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ദാവീദ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി കണ്ട് പ്രസ്താവിക്കുകയായിരുന്നു എന്ന്. ദാവീദ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുൻപ് കൂട്ടി കണ്ട് പ്രസ്താവിക്കുകയായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പസ്തോലനായ പൗലോസും അപ്പസ്തോല പ്രവർത്തികൾ 13:35 ഈ വചനം ഉദ്ധരിച്ച് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. 13:34 ഉദ്ധരിച്ചിരിക്കുന്ന യെശയ്യാവ് 55:5 ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം സംബന്ധിച്ചുള്ളതാണെന്ന് ചൂണ്ടിക്കാണിച്ച ശേഷമാണ് അദ്ദേഹം സങ്കീർത്തനം 16:10 ഉദ്ധരിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, താൻ പുനരുത്ഥാനം ചെയ്യും എന്ന് യേശു സ്വയം പ്രവചിച്ചു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരം. മത്തായി 16:21 അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അതുകൊണ്ട്
ഇതിനെ തൻ്റെ പുനരുത്ഥാനം സംബന്ധിച്ച് യേശു പറഞ്ഞ ആദ്യത്തെ പ്രവചനമായിട്ട് കണക്കാക്കേണ്ടതുണ്ട്. ഈ സംഭവത്തെ മർക്കോസ് 8:31 ലൂക്കോസ് 9:22 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് യേശു അവസാനമായി യെരുശലേമിലേക്ക് പോകുന്ന വഴിക്ക് തൻ്റെ പുനരുത്ഥാനം സംബന്ധിച്ച് പറയുന്ന വാക്കുകൾ മത്തായി 20-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം യെരുശലേമിലേക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവന് മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഈ സംഭവത്തെ മർക്കോസ് 10:33 ലൂക്കോസ് 18:31 രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് സംഭവങ്ങൾക്കും ഇടയ്ക്ക് ഒരിക്കൽ കൂടി യേശു തൻ്റെ പുനരുത്ഥാനം സംബന്ധിച്ച് പറയുന്ന വാക്കുകൾ മർക്കോസ് 9:31 രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, കൊന്നിട്ട് 3-ാം നാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. യേശു ഗലീലിയിലൂടെ കഫർനഹൂമിലേക്ക് പോകുമ്പോഴാണ് ഇത് സംസാരിച്ചത്. ഇങ്ങനെ ഗലീലിയിൽ വെച്ച് അവരോട് തൻ്റെ പുനരുത്ഥാനം സംബന്ധിച്ച് പറഞ്ഞ കാര്യം ദൂതൻ കല്ലറയ്ക്കൽ ചെന്ന സ്ത്രീകളെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ലൂക്കോസ് 24:7. യോഹന്നാൻ കർത്താവ് ഏറ്റവും ഒടുവിൽ പറഞ്ഞ വാക്കുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 16:16 നാം വായിക്കുന്നു, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. ശിഷ്യന്മാർക്കത് മനസ്സിലായില്ല. അത് തൻ്റെ മരണ പുനരുത്ഥാനങ്ങളെ കുറിച്ചാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് താൻ പിന്നെയും 20-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിക്കും എന്നൊക്കെ പറഞ്ഞത് തൻ്റെ മരണം അവരിൽ ഉണ്ടാക്കുവാനിരുന്ന ദുഃഖത്തെക്കുറിച്ചായിരുന്നു. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരുമെന്ന് പറഞ്ഞത് തൻ്റെ പുനരുത്ഥാനം അവരുടെ ദുഃഖം മാറ്റി സന്തോഷമുണ്ടാക്കുവാനിരിക്കുന്നു എന്നതിനെ കുറിച്ചായിരുന്നു. കുറച്ചുകൂടെ വ്യക്തമായിട്ട് 22-ാം വാക്യത്തിൽ താൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖം ഉണ്ട്, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. കർത്താവ് മരിക്കുവാൻ ഇരിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ദുഃഖമുണ്ടെന്ന് പറഞ്ഞത്. ഉയർക്കുവാനിരിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, ഞാൻ പിന്നെയും വന്ന് നിങ്ങൾ കാണും എന്ന് പറഞ്ഞത്. ഇങ്ങനെ പഴയ നിയമത്തിൽ പ്രവാചകന്മാരാലും ഒടുവിൽ യേശു ക്രിസ്തുവിനാലും മുൻകൂട്ടി പ്രവചിച്ചു പറഞ്ഞ പുനരുത്ഥാനമാണ് പിന്നീട് സംഭവിച്ച യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. ആകയാൽ അതിൽ ആശ്ചര്യപ്പെടുവാനൊന്നുമില്ല. വിശുദ്ധ ബൈബിളിലെ പ്രവചനങ്ങൾ മുൻപ് നിറവേറിയിട്ടുള്ളതുപോലെ അന്നേരവും നിറവേറി എന്ന് മാത്രമേ ഉള്ളൂ. ആശ്ചര്യപ്പെടുവാനൊന്നുമില്ല. അതുപോലെ ജീവനിലേക്കുള്ള നീതിമാന്മാരുടെ പുനരുത്ഥാനവും ന്യായവിധിയിലേക്കുള്ള ശേഷിച്ച മനുഷ്യരുടെ പുനരുത്ഥാനവും സംഭവിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിശ്ചയമായിട്ടും സംഭവിക്കും. ഇനി 3-ാമത്തെ ചോദ്യം, പുനരുത്ഥാനം ചെയ്ത യേശുവിനെ മനുഷ്യർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഉത്തരം തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട് എന്നാണ്. പൊതുവെ ജനമധ്യത്തിൽ വിശ്വസിക്കുന്നതിനേക്കാൾ എത്രയോ അധികം പേർ യേശുവിനെ പുനരുത്ഥിതനായിട്ട് കണ്ടിട്ടുണ്ട്. ഒരാളോ രണ്ടാളോ അല്ല, 500-ലധികം പുരുഷന്മാർ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായിരുന്നു. ആ സാക്ഷികളുടെ പിൻബലത്തോടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മഹത്തായ ഒരു ചരിത്ര സത്യമാണ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. അതിലൊന്നാമത്തെ സംഭവം ഞാൻ വിവരിക്കാം. യേശു പുനരുത്ഥാന ശേഷം ആദ്യം പ്രത്യക്ഷനായത് മഗ്ദലക്കാരത്തി മറിയ എന്ന തൻ്റെ ശിഷ്യയ്ക്കായിരുന്നു. മർക്കോസ് 16:9 രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അവൻ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. ഈ സാക്ഷ്യത്തിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. താൻ ആദ്യം പ്രത്യക്ഷനായത് മഗ്ദലക്കാരത്തി മറിയയ്ക്കായിരുന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് ഈ മഗ്ദലക്കാരത്തി മറിയ എന്നും പറഞ്ഞിട്ടുണ്ട്. മഗ്ദലക്കാരത്തി മറിയ ഭൂതബാധിതയായ ഒരു സ്ത്രീയായിരുന്നു. അവളിൽ നിന്ന് യേശു 7 ഭൂതങ്ങളെ പുറത്താക്കി. ഇക്കാരണത്താൽ അതിനുശേഷം അവൾ യേശുവിനെ അനുഗമിച്ചു. ലൂക്കോസ് 8:2 ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷനായ സാഹചര്യം യോഹന്നാൻ 20-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
യേശു പിന്നെ പ്രത്യക്ഷനായത് തൻ്റെ ശിഷ്യകളായ ചില സ്ത്രീകൾക്കാണ്. ഈ കാര്യം മത്തായി 28:9 രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. പിന്നെ പ്രത്യക്ഷനായത് പത്രോസിനാണ്. ലൂക്കോസ് 24:34. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു. ശിമോന് പ്രത്യക്ഷനായി 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. ഈ കാര്യം 1 കൊരിന്ത്യർ 15:5 പറഞ്ഞിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട പുരുഷന്മാരിൽ ആദ്യൻ പത്രോസായിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. മർക്കോസ് 16:12 ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവരിൽ 2 പേർ നാട്ടിലേക്ക് പോകുമ്പോൾ അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ലൂക്കോസ് 24:13 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യം വിശാലമായി വിവരിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യക്ഷനായത് അന്ന് വൈകുന്നേരം തൻ്റെ ശിഷ്യന്മാർക്കാണ്. ആ കൂട്ടത്തിൽ തോമസ് ഇല്ലായിരുന്നു. ലൂക്കോസ് 24:36 നമുക്കിത് കാണാം. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. യോഹന്നാൻ 20-19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരം തോമസ് അവിടെ ഇല്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും തോമസ് ഉള്ളപ്പോൾ പ്രത്യക്ഷനായി. യോഹന്നാൻ 20-26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ഇതിൻ്റെ വിവരണമുണ്ട്. പിന്നെ അപ്പസ്തോലന്മാർ എല്ലാവർക്കും പ്രത്യക്ഷനായി എന്ന് ഇതേ സംഭവത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 15 പറഞ്ഞിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അടുത്ത പ്രത്യക്ഷത തിബരിയാസ് കടൽക്കരയിൽ വെച്ചുണ്ടായതാണ്. പത്രോസും സംഘവും മീൻ പിടിക്കാൻ പോയി ഒന്നും കിട്ടാതെ തിരിച്ചു വന്ന ശേഷം അവർ കടൽക്കരയിൽ കാണുന്ന കർത്താവ്. അതിൻ്റെ വിശദാംശങ്ങൾ കുറച്ചുകൂടി പിന്നീട് നൽകുന്നുണ്ട്. യോഹന്നാൻ 21 8ാമത്തെ പ്രത്യക്ഷതയെക്കുറിച്ച് 1 കൊരിന്ത്യർ 15 6 വാക്യത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 500-ലധികം ശിഷ്യന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. നോക്കുക, ഒരു കോടതിയിലെ ഏതൊരു വിവാദമായിരിക്കുന്ന കേസും 2-3 സാക്ഷികളുടെ ബലത്തിലാണ് തെളിയിക്കപ്പെടുന്നത്, സ്ഥാപിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം എന്നുള്ള വിഷയത്തിന് 1-2 സാക്ഷികളല്ല ഉള്ളത്, 500-ലധികം പേരാണ്. 12 ശിഷ്യന്മാരുണ്ട്, അപ്പസ്തോലന്മാർ. അതുകൂടാതെ 500-ലധികം പേരെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവരിൽ മിക്കവാറും പേർ അവിടെ ഉണ്ടായിരുന്നു, ആ കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നാണ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി ചോദിക്കാമെന്നാണ് പറയുന്നത്. അത്രയും വസ്തുനിഷ്ഠമായിട്ടാണ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം എന്ന സംഭവം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത പ്രത്യക്ഷത യേശുക്രിസ്തുവിന്റെ അർദ്ധ സഹോദരനായ യാക്കോബിനാണ് ഉണ്ടായത്. കർത്താവിനെ പ്രസവിച്ച ശേഷം യോസേഫിനും മറിയയ്ക്കും ചുരുങ്ങിയത് 6 മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് തിരുവചനത്തിൽ നിന്ന്, സുവിശേഷങ്ങളിൽ നിന്ന്, അതുപോലെ മറ്റ് ലേഖനങ്ങളിൽ നിന്നുമൊക്കെ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന വസ്തുത. അതിൽ ഒരാളാണ്, ആ സഹോദരന്മാരിൽ മൂത്തയാളാണ് യാക്കോബ്. 10ാമത്തെ പ്രത്യക്ഷത ഒടുവിൽ പൗലോസിനും പ്രത്യക്ഷനായി. 1 കൊരിന്ത്യർ 15:6-7 വാക്യങ്ങൾ. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം ശരീരത്തോടുകൂടെ ആയിരുന്നുവോ? ആയിരുന്നു എന്നാണ് ഉത്തരം. അതിന് പല തെളിവുകളുണ്ട്. 1ാമത്തെ തെളിവ് മത്തായി 28:9 എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. ഈ സാക്ഷ്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത ശരീരത്തോടു കൂടെ ആയിരുന്നു എന്നതാണ്. അത് യഥാർത്ഥവും സ്പർശിച്ച് മനസ്സിലാക്കാവുന്നതുമായ ഒന്നായിരുന്നു. സ്പർശിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർ കാൽ പിടിച്ച് നമസ്കരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആകയാൽ അതൊരു ഹലൂസിനേഷൻ ആയിരുന്നില്ല, തോന്നലായിരുന്നില്ല, യാഥാർത്ഥ്യം ആയിരുന്നു. 2ാമത്തെ ഉദാഹരണം കർത്താവിന്റെ പ്രത്യക്ഷത യഥാർത്ഥമായിരുന്നു എന്നതിന് എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യർക്ക് യേശു പ്രത്യക്ഷനായ കാര്യമാണത്. ലൂക്കോസിന്റെ സാക്ഷ്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വെറും ഒരു തോന്നലായിരുന്നില്ല എന്ന് തന്നെയാണ്. കാരണം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു എമ്മാവൂസ് വരെ കിലോമീറ്ററുകൾ അവരോട് കൂടെ നടന്നു, അവരോട് സംഭാഷിച്ചു, അവരെ ശാസിച്ചു, അവർക്ക് തിരുവെഴുത്തുകളുടെ പൊരുൾ തിരിച്ചു കൊടുത്തു, അവരോട് കൂടെ ഭക്ഷണം കഴിച്ചു, അവർക്ക് അപ്പം അനുഗ്രഹിച്ച് നുറുക്കി കൊടുത്തു. തന്നെ അങ്ങനെയാണ് വെളിപ്പെടുത്തിയത് എന്ന് മാത്രം. ആകയാൽ തൻ്റെ പുനരുത്ഥാനം തികച്ചും ഒരു യാഥാർത്ഥ്യം
ആയിരുന്നു. ഇനി മൂന്നാമത്തെ ഉദാഹരണം, യേശു ഉയർത്തെഴുന്നേറ്റ അന്ന് താൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഈ പ്രത്യക്ഷതയെക്കുറിച്ച് മർക്കോസ് പറയുന്നത് അന്നേരം അവർ ഭക്ഷണത്തിന് ഇരിക്കുകയായിരുന്നു എന്നാണ്. ലൂക്കോസ് പറയുന്നു അവർ യേശുവിനെ കണ്ടിട്ട് ഞെട്ടി എന്നും ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി എന്നുമാണ്. അവരുടെ സംശയം ദൂരീകരിക്കേണ്ടതിനായി ഞാൻ തന്നെ ആകുന്നു എന്ന് എൻ്റെ കയ്യും കാലും നോക്കി അറിയുവനെന്ന് യേശു പറഞ്ഞു. ഇതാണ് ലൂക്കോസ് പറയുന്നത്. അങ്ങനെ പറയുന്ന നേരം അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു എന്ന് ലൂക്കോസ് 24:40 രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 20:20 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനർത്ഥം 3 ദിവസം മാത്രമായ തൻ്റെ മുറിവുകൾ അവർക്ക് അങ്ങനെ തന്നെ നോക്കി കാണാമായിരുന്നു എന്നാണ്. വേണമെങ്കിൽ അവർക്ക് ചെന്ന് തൊട്ട് നോക്കാമായിരുന്നു. ആ പ്രത്യക്ഷത അതുകൊണ്ട് വെറും തോന്നലായിരുന്നില്ല, ഹലൂസിനേഷൻ ആയിരുന്നില്ല എന്നുള്ള ഒരു തെളിവ് കൂടിയാണ് ഇത്. അതുകൂടാതെ അവർ സന്തോഷത്താൽ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട് തിന്നുവാൻ വല്ലതും ഇവിടെ ഉണ്ടോ എന്ന് താൻ ചോദിച്ചു. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കണ്ടു തിന്നു എന്ന് ലൂക്കോസ് പറയുന്നു. ഇതും ആ പ്രത്യക്ഷത വെറും ഒരു തോന്നലായിരുന്നില്ല എന്ന് നിസ്സംശയം തെളിയിക്കുന്നു. യേശു യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റു. നാലാമത്തെ ഉദാഹരണം യോഹന്നാൻ 20:26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലാണ്. ഉയർത്തെഴുന്നേറ്റ അന്ന് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു. വന്നപ്പോൾ യേശുവിനെ കണ്ടവർ അവനോട് വിവരം അറിയിച്ചു. എങ്കിലും തോമസ് വിശ്വസിച്ചില്ല. താൻ പറഞ്ഞു, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. അതായത് നിങ്ങൾ മുറിവൊക്കെ കണ്ടു, പക്ഷെ ഞാൻ അത് ഒന്ന് സ്പർശിച്ച് നോക്കി ബോധ്യപ്പെട്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്നാണ് തോമസ് പറഞ്ഞതിൻ്റെ സാരം. ഒരു പക്ഷേ അതൊരു തോന്നലായിരുന്നു എന്ന് തോമസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. ആകയാൽ ഇത്തവണ പ്രത്യക്ഷനായപ്പോൾ യേശു തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തൻ്റെ മുറിവുകളെ പരിശോധിക്കുവാനുള്ള അവസരം തോമസിന് നൽകിക്കൊണ്ട് താൻ യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ജീവിച്ചിരിക്കുന്നു എന്ന് അതിന് തെളിവ് കൊടുക്കുകയായിരുന്നു കർത്താവായിരുന്ന യേശു ക്രിസ്തു. ഇനി അഞ്ചാമത്തെ ഉദാഹരണം, തിബരിയാസ് കടൽക്കരയിൽ വെച്ചുണ്ടായ പ്രത്യക്ഷതയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളുമാണ്. ഒരിക്കൽ വലയും വള്ളവും വിട്ട് വേലക്കിറങ്ങിയ അവർ വീണ്ടും വലയും വള്ളവുമായി മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് സന്ദർഭം. മീനൊന്നും കിട്ടിയില്ല. പണ്ടൊരിക്കൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കർത്താവിൻ്റെ വാക്കിൽ വീണ്ടും വലയിറക്കിയിട്ട് വലിയൊരു മീൻപിടുത്തം ഉണ്ടായതുപോലെ ഇത്തവണയും സംഭവിച്ചു. അത് കർത്താവിനെ തിരിച്ചറിയുവാൻ കാരണമായിട്ട് തീർന്നു. അങ്ങനെയാണ് അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞത്. അതുകൂടാതെ കർത്താവ് അവരോട് കൂടെ അപ്പവും മീനും ഭക്ഷിച്ചത് വീണ്ടും താൻ യഥാർത്ഥത്തിൽ ശാരീരികമായിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവായി. യോഹന്നാൻ 21-ാം അധ്യായം. ഇങ്ങനെ പലവട്ടം അവരോട് കൂടെ തിന്നു കുടിച്ചതുകൊണ്ട് അപ്പസ്തലനായ പത്രോസ് കൊർന്നല്യോസിനോട് അത് തന്നെ സാക്ഷിച്ചു പറഞ്ഞു. അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾ എന്ന് പറഞ്ഞു. പുനരുത്ഥാനം ചെയ്ത യേശുവിനെ കണ്ടവരുടെ സാക്ഷ്യങ്ങളാണ് ഇത്. ചോദ്യമല്ല, പുനരുത്ഥാനം ചെയ്ത യേശുവിനെ കണ്ടവരുടെ സാക്ഷ്യങ്ങളാണ്. അപ്പസ്തോല പ്രവൃത്തി 2:32. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു. അപ്പസ്തോല പ്രവൃത്തി 3:15. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അപ്പസ്തോല പ്രവൃത്തി 4:10. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവൻ സൗഖ്യമുള്ളവനായി. ആ സൗഖ്യം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിന് തെളിവായിരുന്നു. ആ ചെയ്തത് യേശു ക്രിസ്തു ആയിരുന്നു എന്നാണ് അപ്പസ്തലൻ പറയുന്നത്. അപ്പസ്തോല പ്രവൃത്തികൾ 4:33. അപ്പസ്തോലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. അവർ കണ്ടല്ലോ, അതിന് സാക്ഷ്യം പറഞ്ഞു വന്നു. അപ്പസ്തോല പ്രവൃത്തി 5:29. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. അപ്പസ്തോല പ്രവൃത്തി 10:40. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു, ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക് പ്രത്യക്ഷനാക്കി തന്നു. ഇനി ആറാമത്തേത്, അതും ചോദ്യമല്ല.
യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം നൽകുന്ന മുന്നറിയിപ്പുകളാണ്. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ അടുത്തതായി നോക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 17:31 ഇപ്രകാരമാണ് വായിക്കുന്നത്: എന്തുകൊണ്ടെന്നാൽ അവൻ തീരുമാനിച്ച ഒരു പുരുഷനാൽ നിവസിത ലോകത്തെ നീതിയോടുകൂടെ വിധിക്കുവാൻ പോകുന്ന ഒരു ദിവസത്തെ അവൻ നിർത്തിയിരിക്കുന്നു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് എല്ലാ ഉറപ്പും നൽകിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ അഥേനയിലെ അഥവാ ഏതൻസിലെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞ വാക്കുകളാണ് ഇവ. അതിൽ പ്രധാനപ്പെട്ട ചില സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദൈവം താൻ തീരുമാനിച്ച ഒരു പുരുഷനാൽ ലോകത്തെ നീതിയോടുകൂടെ ശിക്ഷിക്കുവാൻ പോകുന്നു, ന്യായം വിധിക്കുവാൻ പോകുന്നു. അങ്ങനെ ഒരു ദിവസത്തെ ദൈവം നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത്. രണ്ടാമത്തെ പോയിന്റ്, ആ പുരുഷനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് അത് സംബന്ധിച്ച എല്ലാ ഉറപ്പും ലോകത്തിന് നൽകിയിരിക്കുന്നു. ആ പുരുഷൻ യേശു ക്രിസ്തു ആകുന്നു. താനാണല്ലോ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റത്. അപ്പോസ്തല പ്രവൃത്തി 17:32 വായിക്കുമ്പോൾ മരിച്ചവരെ എഴുന്നേൽപ്പിച്ചിട്ടാണ് ന്യായം വിധിക്കുക എന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കി എന്നതിലുള്ള സൂചന ലഭിക്കുന്നുണ്ട്. അതനുസരിച്ച് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം ലോകത്തിന് നൽകുന്നത് ചില ഉറപ്പുകളാണ്. ഒന്ന്, ദൈവം ലോകത്തെ നീതിയോടുകൂടെ വിധിക്കുവാൻ പോകുന്ന ദിവസം നിശ്ചയമായും വരും. അതാണ് ഒരു ഉറപ്പ്. ദൈവ ലോകത്തെ ശിക്ഷിക്കുക യേശുക്രിസ്തുവിനാൽ ആയിരിക്കും എന്നതിൻ്റെ ഉറപ്പാണ് അടുത്തത്. ഈ കാര്യം അപ്പോസ്തലനായ പത്രോസ് അറിയിച്ചിട്ടുണ്ട്. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുൻപ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിക്കുവാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ഇനി മൂന്നാമത്തെ കാര്യം, ദൈവം മനുഷ്യരെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ശേഷമായിരിക്കും അപ്രകാരം ചെയ്യുക എന്നതിൻ്റെ ഉറപ്പും യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം തന്നെയാണ്. ഇത് സംബന്ധിച്ച് ഉള്ള ഉറപ്പ് 1 കൊരിന്ത്യർ 15:20-21 വാക്യങ്ങളിൽ ഇപ്രകാരം നൽകിയിട്ടുണ്ട്: എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകുകയാൽ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. മാനസാന്തരപ്പെടുന്നവർക്ക് വരും ലോകത്തിൽ ജീവനും അനശ്വരതയും ഉണ്ടെന്ന്, അഥവാ അനശ്വരമായ ഒരു ജീവിതമുണ്ടെന്നുള്ളതിൻ്റെ ഉറപ്പാണ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. ഇന്ന് മാനസാന്തരപ്പെടാത്തവർ, ഇന്ന് പാപം ക്ഷമിച്ചു കിട്ടാത്തവർ അന്ന് തീർച്ചയായും ശിക്ഷിക്കപ്പെടും എന്നതിൻ്റെ ഉറപ്പും യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം നൽകുന്നു. ആകയാൽ നമുക്ക് ജാഗ്രതയുള്ളവരായിട്ട് ഇരിക്കേണ്ടതുണ്ട്. അപ്പോസ്തലന്റെ വാക്കുകൾ ഞാൻ ആവർത്തിക്കട്ടെ: ആകയാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവകൽപ്പനയാണ് നാം മാനസാന്തരപ്പെടണം, ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ളത്. വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്നും രക്ഷ പ്രാപിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.